ആണ് അനുമോളുടെ കല്യാണം കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വരെ ജയിച്ചത് എന്തോരം ഉടായ്പ കാണിച്ചിട്ടാന്നുള്ളത്. ഓക്കെ, അനുമോള് എന്താണെന്നറിയത്തില്ല, പിന്നെയും അനുമോളുടെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പം കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചു പോവാം. കുറെ എണ്ണം വന്നിട്ട് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ലത് പറഞ്ഞ് വീഡിയോ വിട്ടാലാണ് കുഴപ്പം. നമ്മൾ നല്ല പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ നിനക്കൊന്നും വേറെ പണിയില്ലേ, നിനക്കൊക്കെ ചാകരയായിട്ടാണോ നീയൊക്കെ വരുന്നതെന്ന് കുറെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദേണ്ടേ, മോശമായിട്ടൊക്കെ ആൾക്കാർ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, മോശമായിട്ട്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഞാൻ കമന്റ് ബോക്സിൽ കണ്ട കാര്യം പറഞ്ഞേ, ഈ കല്യാണം ഒളിച്ചും പാത്തും ഒക്കെ നടത്തിയെങ്കിൽ എന്തോ ഭീകരമായിട്ടുള്ള സംഭവം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറെ ആൾക്കാർക്ക് പിന്നെ ഞാനൊന്നും പറയുന്നില്ല, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. എന്തുകൊണ്ട് ഈ കല്യാണം ഒളിപ്പിച്ചും എന്തുകൊണ്ട് ഹൈഡ് ചെയ്ത് ഈ സംഭവം നടത്തിയത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അത് വേറൊന്നുമല്ല, ഇതുപോലുള്ള കുറെ സദാചാരക്കാരുണ്ട്. മെയിനായിട്ട് തന്നെ പൊരുത്തം വന്നിട്ടുണ്ട്. ഒന്ന് മാത്രമല്ല, 2-3 വീഡിയോ കാണാനായിട്ടുണ്ട്. ഇപ്പൊ തന്നെ തങ്കച്ചനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. തങ്കച്ചൻ എന്തുകൊണ്ട് ഈ പറയുന്നൂടെ ആശംസകൾ അറിയിച്ചില്ല, അങ്ങനെ ചില കമന്റ്സുകളും കാര്യങ്ങളൊക്കെ. തങ്കച്ചൻ ആശംസകൾ അറിയിച്ചില്ല, ഒരു പോസ്റ്റ് ഇട്ടില്ല, ഒന്നും ഇട്ടില്ല, തങ്കച്ചനെ കല്യാണം വിളിച്ചില്ലയോ എന്നുള്ള രീതിയിലൊക്കെ. അവൾ അങ്ങനെ ആരും ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല, അടുത്ത അങ്ങാണ്ടുള്ളവരെ മാത്രം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ തങ്കച്ചനെ വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ, തങ്കച്ചനെ വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ബിബിയിലാണെങ്കിലും കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആ സമയത്ത് സംസാരിച്ച ഈ പറയുന്ന തങ്കച്ചന്റെ ഭാവി കൊണ്ട് കളഞ്ഞു എന്നൊക്കെ. എന്ത് കോപ്പ് കളഞ്ഞാന്ന് ഈ പറയുന്നത്? കുറെ കമന്റ്സ് ഉണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ വായിച്ചു കേൾപ്പിക്കാം. എന്നിട്ട് തങ്കച്ചന്റെ പ്രൊഫൈൽ ഇതാണ്. തങ്കച്ചൻ എന്നും പറഞ്ഞിട്ടുള്ള തങ്കുജി എന്നും പറഞ്ഞിട്ട് ജെ എന്നും പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ്. 162K ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകാം. നെഗറ്റീവ് പറഞ്ഞവനെ നമുക്ക് കാണാം. തങ്കുവിന്റെ അക്കൗണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേരും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് അനുമോളെ സ്നേഹിക്കുന്നവർ മാത്രം ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഹൈപ്പും കൂടെ കൊടുത്തോ. അഭിപ്രായം കമന്റ് ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കണം. ഇപ്പം വന്നിട്ട് അവിടെ ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കുവാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറ, ഞാനായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അനുമോളുടെ കല്യാണം കഴിഞ്ഞു. ഓ എന്റെ പൊന്നോ, ഇനി അണ്ണൻ പറയുന്നേക്കെ ഒന്ന് കേൾക്കാം. ബിഗ് ബോസ് വരെ ജയിച്ചത് എന്തോരം ഉടായ്പ കാണിച്ചിട്ടാന്നുള്ളത്. അവളൊരു മലയാളിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ബിഗ് ബോസ് ജയിച്ചത് ഊടായ്പ കാണിച്ചിട്ടാന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പുള്ളി പറയുകയൊക്കെ ചെയ്യുന്നത്. പുള്ളിയുടെ കുറെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനകത്ത് ഞാൻ വിമർശിച്ച് സംസാരിച്ചുള്ള വ്യക്തിയാണ്. 2-3 കേസുമായിട്ട് ആവശ്യമില്ലാതെ എടുത്ത് ചാടി സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ അനുമോള്. അത് വേറെ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ ലൈഫ് സ്റ്റോറി അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നും ബിബിക്കകത്ത് വന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം വന്നിട്ടുണ്ട്. ആ വന്ന കാര്യം പക്ക ആയിട്ട് അവൾ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ വരാത്ത കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ അത് വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. വിഴുങ്ങിയെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഒന്ന് വെച്ച് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഫ്യൂച്ചറും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ഒരു കേസ് ആയിട്ട് വിട്ട്. പക്ഷെ ന്യായം പുള്ളിയുടെ ഭാഗത്താണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിട്ടത്. ഇതിപ്പോൾ വന്നിട്ട് കണ്ടില്ലേ, ഓരോരുത്തന്മാരുടെ മെഡിക്കലൊന്ന് കാണുക. പോയേനെ. ഇതിപ്പോ തമിഴ്നായതുകൊണ്ട് അവരോടൊരു സന്തോഷവും ബഹുമാനവും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി അനുമോൾ എന്ന ഉടായ്പറാണി തമിഴ്നാട്ടിലെ സ്വന്തം. ഇനി ഉടായ്പകള് തമിഴ്നാട്ടിലെല്ലായിടത്തും വികസിപ്പിക്കട്ടെ. എന്തായാലും ഇതിനെ കുറിച്ചുള്ള അതെ, തമിഴ്നാട് മൊത്തം വികസിപ്പിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. ഇവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇവന്റെ തന്തയ്ക്ക് എന്തോ പണി കൊടുത്ത പോലെയുള്ള രീതിയിലാണല്ലോ ഇവന്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ. അനീഷിന്റെ അച്ഛന്റെ മോനാണെന്ന് തോന്നുമല്ലോ ഇവന്റെ അടുത്ത ഒരു രീതിയും സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ. അതൊരു സ്ലാങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നീ ഇപ്പോഴും അനീഷിന്റെ ആർമി പരിപാടി വല്ല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നോ? അറിയാൻ മേത്തോണ്ട് ചോദിക്കുക. അതായത് BB സമയത്ത് എനിക്ക് തോന്നുന്നു അനീഷ് ആർമിയിലെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അവന്റെ പേരെ പറയത്തുള്ളൂ, കാരണം അതുപോലെ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് എന്നിട്ടുണ്ടായിരുന്നത്. നല്ല വെട്ടിപ്പായിട്ട്. അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ പിന്നെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് നല്ല അറിയാവുന്നതാണല്ലോ, ഇവിടെ ഏത് രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഇവൻ ഇനി ആ കൂട്ടത്തിൽ വല്ല ഉള്ളവരാണോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. അതെ, അവന്റെ കമന്റ് ബോക്സ് ഈ വീഡിയോ ഇതിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുക, അതിന്റെ താഴെ പോയി പൂർണ്ണ ചെറിയ നിങ്ങളെ വിളിക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എടാ, അവളിപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞും എന്താ പറയണ്ടേ, നിനക്കിപ്പോ എന്താ? അതാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പൊ ഹൈഡ് ചെയ്ത് കല്യാണം കഴിച്ചതാണ് ഇപ്പൊ എല്ലാവർക്കും വിഷയമായത്. ചെയ്യട്ടെ, നല്ല കാര്യങ്ങളൊക്കെ. ഇവിടെ മാനവും മര്യാദയായിട്ട് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങളൊക്കെ മറിച്ച് ജീവിക്കുന്നതായിരിക്കും സമൂഹത്തിന് നല്ലത്. ഓക്കെ, ഇനി അതിന്റെ വെക്കായിരിക്കുന്നത് നല്ലത്. ഇനി നമുക്ക് കുറച്ച് കമന്റ്സ് ഉണ്ട്, അതിനുമ്പ് ഈ ഒരു വീഡിയോ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ ഒരു കൂട്ടുകാരുടെ ഒരു വീഡിയോ കൂടെ ഉണ്ട്, ആരും സ്കിപ്പ് ചെയ്യല്ലേ. സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. ബിക്കോസ് അനുമോളുടെ ആയാലും ദുബൈയുടെ ഫാമിലി ആയാലും ഏറെ കാലം ആഗ്രഹിച്ച ആ ഒരു മൊമെന്റിലാണ് രണ്ട് ഫാമിലീസും എത്തി നിൽക്കുന്നത്. കാരണം രണ്ട് ഫാമിലീസിനെ സംബന്ധിച്ചിടത്തോളം
വിവാഹം അല്ലെങ്കിൽ വെഡിങ് എന്ന് പറയുന്ന ഈ ഒരു ഡേ ഭയങ്കര ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ് അല്ലെ? അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കാലത്ത് ആഗ്രഹിച്ചിരുന്ന നമ്മളെല്ലാവരും അതുപോലെ സ്നേഹിക്കുന്നവർ മാത്രം കൂടിയിരിക്കുന്ന ഒരു ഇടമാണ് ഇത്. സോ നമ്മളെല്ലാവരും ഏറെ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഏവരും പ്രിയപ്പെട്ട കേരളത്തിന്റെ സ്വന്തം അനുമോളുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. സോ കേരളത്തിന്റെ സ്വന്തം അനുമോൾ. ഓക്കെ, ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം വന്ന അച്ഛൻ്റെയാണ്. അതൊരു വല്ലാത്തൊരു വീഡിയോ തന്നെയായിരുന്നു. നമ്മുടെ മനസ്സിൽ അത് ശരിക്കും അത് കൊള്ളും. അത് തറയ്ക്കുന്നൊരു വീഡിയോ ആണ് അച്ഛൻ്റെ. അതൊന്നും ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും ഇപ്പം പിന്നെ നല്ല പോസിറ്റീവ് വന്നപ്പോൾ തൊട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് ഇരിക്കപ്പോറതിയില്ല. സാധാരണ അനുമോടെ വിഷയത്തിൽ ആ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരുത്തനാണ്. ഉള്ള കാര്യം പറയല്ല. ഞാൻ BB സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങളും, കാരണം അകത്ത് ആര്യൻ്റെ കേസ് കേട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് വിഷയങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് കറക്റ്റ് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ഇതുകൊണ്ടായിരുന്നു ഞാൻ അന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അതിലോട്ട് ഇനി പോകുന്നില്ല. പിന്നെ അനുമോട് ഉച്ച ചങ്ങാതിയുണ്ട്. പുള്ളിക്കാരുടെ ഒരു വീഡിയോ, കല്യാണത്തിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു, ആ പുള്ളിയുടെ ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് നമുക്ക് കമൻ്റ് ഒന്ന് വായിക്കാം. കൂടെ കാണണം നിങ്ങൾ, കാരണം കുറേ എണ്ണം കിടന്നിട്ട് അങ്ങ് മെഴുകുന്നുണ്ട്. ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ഇല്ലായിരുന്നു, നാട്ടിലില്ലായിരുന്നു. ചാലക്കുടിയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ കല്യാണം. ഞാൻ ഇങ്ങോട്ടേക്ക് നേരിട്ട് വരുമായിരുന്നു. വലിയ സന്തോഷമാണ്, ഭയങ്കര വിഷമമാണ്. എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. എൻ്റെ കല്യാണത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ത്രൗട്ട് കല്യാണം നിക്കാഹ് മുതൽ ഞാൻ പോകുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. അവർക്ക് നല്ലൊരാളെ കിട്ടിയിരിക്കുന്നത്, ഏറ്റവും ചേരുന്ന ഒരു പയനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. കാരണം ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലൊരു വലിയ പ്രാർത്ഥന അതാണ്. സന്തോഷത്തോടെ ജീവിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന്. രണ്ടുപേരും നല്ല ജോഡികളാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാം. ഒരുപാട് നന്മകൾ ദൈവം തരട്ടെ. ഓക്കെ, അപ്പൊ എന്താ പറയാ, സ്റ്റേ ഹാപ്പി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് നല്ല ലൈഫ് കിട്ടിയതിൽ. ഓക്കെ, ഇനിയും സമയങ്ങളുണ്ടല്ലോ പോയി കാണാനൊക്കെ. ധൈര്യമായിട്ട് ബുക്ക് പോയി കാണുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, ചില്ലായിട്ടിരിക്കുക. ഓക്കെ, ഇനി കുറച്ച് കമൻസുകൾ. സദാചാരം. അപ്പോൾ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. വേണ്ടേ, താല്പര്യമുള്ളവർക്ക് കണ്ടാൽ മതി, അല്ലാതെ ഒരു കൂടെ തന്നെ നിൽക്കണേ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ചാനലിലെ സഭ്യത്തോടെ എല്ലാവരും ഒന്ന് സബ്ബും കൂടെ ചെയ്തോ. കുലസ്ത്രീ തുണിയില്ലാതെ നിൽക്കുന്നു. കുലസ്ത്രീ തുണിയില്ലാതെ നിൽക്കുന്നെന്നോ? എൻ്റെ പൊന്ന് ഷാരോൺ സഞ്ജയ്, ഇങ്ങനെയൊക്കെ വന്ന് കമൻറ്റ് ഇടാതെ. എനിക്ക് തോന്നുന്നു വെച്ചാൽ എത്ര സുന്ദരിയായിരുന്നു ആ പുള്ളിക്കാരി കല്യാണത്തിന്. എന്നിട്ട് ഇതുപോലൊക്കെ കമൻ്റ് ഇട്ട് മെഴുകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. 3 മാസത്തിനുള്ളിൽ ചെക്കൻ ഓടി രക്ഷപ്പെടും. എങ്ങോട്ടാണ് രക്ഷപ്പെടുന്നത്? ജോണിൻ്റെ വീട്ടിലോട്ടാണോ? ജിൻസി ജോണായി. ഒരു ചെറിയൊരു ഡൗട്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. തന്തയ്ക്ക് വിളിച്ചൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം എൻ്റെ കുഴപ്പമായിരിക്കും. എന്തായാലും ഇരിക്കട്ടെ. ജോണെങ്കിൽ ജോണ് അങ്ങനെ ഒരെണ്ണം പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഇനി യദുകൃഷ്ണൻ എന്തൊക്കെ കാണണം തേപ്പുകാരെ കൊണ്ട്. യദുവിനെന്താ തേപ്പ് ചൊട്ടിച്ച പോലാണല്ലോ യദുവിൻ്റെ സംസാരമൊക്കെ കേട്ടാലോ. നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നില്ല, അവർ അടിച്ചു പിരിഞ്ഞു. ഓക്കെ, അതായിരിക്കാം ചിലപ്പോൾ ഇവൻ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരുടെ പട്ടാമ്പിയോ, ജാമൽ പട്ടാമ്പിയോ എന്തു പറഞ്ഞാലും ഈ കേരളം തങ്കച്ചൻ വിരുദ്ധലൊന്നും വിദൂര എന്നൊരു വ്യക്തിയെ ആണ് പ്രതീക്ഷിച്ചത്. ഇല്ലെങ്കിൽ കണ്ട ഷോ ആയിരുന്നു അല്ലേ എന്നുള്ള രീതിയിൽ എന്തുവാണ് എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പാവൻ തങ്കച്ചൻ. ഇവരുടെ ഇടയിലും ഒന്നുമില്ല. ഇനി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷോയ്ക്കകത്ത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമാശയ്ക്ക് തങ്കു ഈ പറയുന്ന അനുമോള് ഒരു കോംബോ ഉണ്ടായി. അവരാങ്ങളെയും മെങ്ങളെയും പോലെ നിന്ന് അത് നാട്ടുകാർക്ക് അതൊരു മറ്റേ ബന്ധം മറിച്ച ബന്ധം ആക്കി മാറ്റി. അങ്ങനെ കുറേ ആൾക്കാർ. എടാ, അവളിപ്പോൾ ഒരു നല്ലൊരു ജീവിതം കിട്ടിയതാണോ? ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ചിലവന്മാരൊക്കെ ഉണ്ട്, അവൾ എന്നെ കിട്ടിയില്ലെങ്കിൽ അവളെ സ്വന്തം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ചിലവന്മാരൊക്കെ വൈരാഗ്യം തീർക്കാൻ നടക്കുന്ന ചില ടീംസുകളുണ്ടല്ലോ, അതുപോലത്തെ ഇനത്തിൽപ്പെടുത്താം ഈ പട്ടാമ്പി പോലുള്ളവന്മാരെയൊക്കെ. കൊള്ളാം എന്തായാലും. അങ്ങനെ ഒരുത്തൻ പാവം തങ്കച്ചനെ പറ്റിച്ചൂല്ലേ? എൻ്റെ റംഷീദേ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? അത്ര ഗതികേടോ? ഇല്ല, എന്തുപാടെ ഇത്? എന്തു കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? തങ്കച്ചനെ എന്ത് കണ്ട് പറ്റിച്ചെന്നേ പറയുന്നേ? വിവരക്കേട് വിളിച്ച് പറയാതെ. വിവരക്കേട് ഇവിടെ കൂടെ എത്ര നാളെ അയാൾ ജീവിക്കുമോ കണ്ടറിയാം. കള്ളി നുണച്ചി. ആൻസി ജോസഫ്. പാവം ജോസഫ്. ഇങ്ങനൊരു മകളെ എന്തിനാണോ ജന്മം കൊടുത്തത്? വെറുതെ വന്നിട്ട് അടുത്ത. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുമ്പോഴാണ് കുറ്റം.
ഇതുപോലുള്ള ആൾക്കാർ വന്നിട്ട് തോന്നിയാസങ്ങൾ കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നമ്മളത് വന്നിട്ട് ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെയൊക്കെ വന്ന് കമൻറ്റ് ഇടുന്നവൻ്റെയൊക്കെ എടുത്ത് അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് സംസാരിക്കണം. കാരണം പിന്നെ പൊങ്ങരുത്. സത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത്, അനുവിനെ കണ്ടിട്ട് അഭിനയിക്കുമ്പോഴുള്ള ആത്മാർത്ഥത പോലും തോന്നുന്നില്ല. എൻ്റെ തോന്നലാണോ കേട്ടോ ഞാൻ പറഞ്ഞത്. അനുവിനെ കണ്ടിട്ട് അഭിനയിക്കുമ്പോൾ ഉള്ള ആത്മാർത്ഥത പോലും തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ്. അത് കുഴപ്പമില്ല, മാറിക്കോളും. 3 മാസം അതിനു മുമ്പ് അവൻ രക്ഷപ്പെടും. ഓ അടിപൊളി. ഓക്കെ, അത് അടുത്ത വരുത്. 3 മാസത്തിൽ അവൻ രക്ഷപ്പെടും. ആർക്കറിയാം എത്ര നാൾ കാണുമോ എന്ന്. അയ്യോ, അതിൻ്റെ താഴെ വേറൊരു വൃത്തിയായിട്ടൊരു കമൻ്റ് ഉണ്ട്, ഒരു തെറി കമൻ്റാണ്, ഞാൻ അത് വായിക്കുന്നില്ല. ഓക്കെ, കുലസ്ത്രീക്കും കുറച്ച് പ്രായം കൂടിപ്പോയി, വല്ല ഫോട്ടോഷൂട്ടും ആവാം. ആ ചെക്കൻ അറിഞ്ഞുകൊണ്ട് മെട്രോ ട്രെയിൻ തല വെക്കുമോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കമൻസുകളാണല്ലോ ഈശ്വര. ആര്യനാട് സ്കൂളിൽ പഠിച്ച പെണ്ണാണോ ഇത്? എന്താ മാറ്റം? സ്കൂളിൽ ഉപ്പുമാവ് വാങ്ങാൻ ലൈൻ നിന്ന ആ കുട്ടിയെ ഞാൻ ഓർക്കുന്നു. പണം വന്നാൽ എല്ലാം മാറുമല്ലേ? പിന്നല്ലാണ്ട് ഇതൊന്നും ഇല്ലാതെ പണം ഉണ്ടാക്കാതെ കണ്ടവൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നീയൊക്കെ വന്നിട്ട് ചോദിക്കും നീയൊക്കെ എന്തോടെ ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി, ഞങ്ങൾക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഞങ്ങൾ അത് ലീവ് എടുത്ത് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. വീട്ടിലെ കുറേ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രം അഡ്വാൻസ് ആയിട്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ട്രോളാൻ ആൾക്കാർ വരും. ഇവനെ പോലുള്ളവന്മാരാണ് പുഴുക്കുത്തുകൾ വന്നിട്ട് ഇതുപോലുള്ള തോന്നിയാസ കമൻറ്റുകൾ ഇടുന്നതൊക്കെ. ഇവനെ പോലുള്ളവന്മാരെ അടുപ്പിക്കുകയും ചെയ്യരുത്. പറയുമ്പോൾ അതും കൂടെ പറയണമല്ലോ. തങ്കച്ചൻ്റെ ശാപം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ തങ്കച്ചൻ്റെ അച്ഛൻ 5-6 ഒന്ന് പോടാ വിടുന്ന് കുറേ എണ്ണം വന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നു. തങ്കച്ചൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. അതെ, നിൻ്റെ അച്ഛനാണല്ലോ എല്ലാം ചെയ്തു കൊടുത്തത്. അനീഷേട്ടനെ പോലെ ആവുമോ? അനീഷേട്ടൻ കാണിച്ച തോന്നിയാസം നമുക്കറിയാം. അനീഷേട്ടൻ മറ്റേതാണ്, ഉള്ള കാര്യം പറയാലോ. അനീഷേട്ടൻ മറ്റേതാ. അനീഷേട്ടൻ അത് മറയ്ക്കാൻ വേണ്ടിയാണ് അനീഷേട്ടൻ വന്ന് പ്രപ്പോസൊക്കെ ചെയ്തത്. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ. അയ്യോ, ഒരു പാവം പയ്യൻ, അവൻ്റെ ആദ്യ രാത്രി കഴിയുമ്പോൾ അവൻ്റെ ഒരു അവസ്ഥ. ഞണ്ടിൻ്റെ അളയുടെ അടുത്തിരിക്കേണ്ട ഞാൻ കുളക്കടവിൽ കുളത്തിലേക്ക് നോക്കിയിരിക്കുന്നു. പതറരുത് രാമൻകുട്ടി എന്നും പറഞ്ഞിട്ട് അങ്ങ് ഒരു നാറി. എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നട ഇവിടുത്തെ മലയാളികളൊക്കെ ഒരു രീതികളെ. ചെക്കൻ ഓർഫണാണോ? അപ്പനും അമ്മയും ഒന്നുമില്ലേ? അതൊക്കെ നീ കാണാത്തതുകൊണ്ടാണ്. നിനക്കൊക്കെ എങ്ങനെ അവിടെ കുറ്റവും അത് മാത്രം എഴുതാനല്ലേ സമയം കാണും. ഇതിനൊക്കെ കാണാൻ എവിടെ നേരം കിട്ടാനാ? ഈ വണ്ടി തമിഴ്നാട്ടിലേക്ക് പോയ കാരണം മലയാളി രക്ഷപ്പെട്ടു. മലയാളി, അത്രയും പേർക്ക് പ്രശ്നമായിരുന്നു. ശരിയാ, മലയാളിയുടെ കൂട്ടത്തിൽ നിൻ്റെ അച്ഛനും കാണുമല്ലോ, ജോർജ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞത്. അവൻ്റെ അച്ഛൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയായിരിക്കും അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാനിങ്ങനെ കുറേ കമൻസുകൾ വെച്ച് വെറുതെ ഇതാക്കുന്നില്ല. എന്തായാലും നിങ്ങൾ പറ, ഇവിടുത്തെ പ്രശ്നം ആരാ? ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണോ? ഇവന്മാരെ പോലുള്ള അവന്മാർ വന്നിങ്ങനെ ഇതുപോലുള്ള തോന്നിവാസ കമൻറ്റ് ഇടുന്ന അവന്മാരാണോ? നിങ്ങൾ തന്നെ പറ. ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഹൈഡ് ചെയ്ത് വെക്കുന്നു. പിന്നെ ചെറുക്കൻ്റെ പ്രായം അത് ഓരോരുത്തർ വന്നിട്ട്, ഞാൻ ഇന്നലെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചില്ലേ, അത് ഓരോരുത്തർ വന്നിട്ട് കമൻറ്റ് ഇടുകയാണ്. ചിലവർ പറയുന്നവന് അനുമോളെക്കാളും 3-4 വയസ്സിന് മൂത്താന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊന്നും തിരക്കാനൊന്നും പോയിട്ടില്ല. നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് കണ്ടില്ല. പിന്നെ ഈ സ്ക്രീൻഷോട്ടൊക്കെ ഇവന്മാർ എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിച്ച് പോയത്. മൊത്തത്തിൽ നല്ല അടിപൊളി ആണ്. ഇപ്പം ആ ഒരു കൊച്ച് നല്ലൊരു രീതിയിൽ പോകുന്നത് ആർക്കും പിടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിമർശിച്ച്, ഞാൻ പിന്നെയും പറയാം, ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഷോയിലെ പല കാര്യത്തിലാണെങ്കിൽ പോലും. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതെനിക്ക് നല്ല രീതി അറിയാം. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ ഗൈസ്, ലവ് യു ഓൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്ബും കൂടെ ചെയ്തേക്കുക. ബൈ.